കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ഞാനൊരു സംശയം ചോദിക്കാൻ വന്നത്. ഡോക്ടർ, ഈ കോമയിൽ കിടക്കുന്ന ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്വാസം ഉണ്ടാവും, പക്ഷേ മരിച്ചതുപോലെ തന്നെ. പക്ഷേ ദുർഗയുടെ കാര്യത്തിൽ കണ്ണുകൾ തുറന്നെടുക്കല്ലേ, അതൊരു നല്ല ലക്ഷണമല്ലേ? സ്വമേധയാ കണ്ണുകൾ അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കോമ. കണ്ണടച്ച് കോമയിൽ കിടക്കുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് സാർ പറഞ്ഞല്ലോ. അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം കണ്ണുകൾ തുറക്കാൻ കഴിയില്ല. അതേ കണ്ടീഷനിലാണ് ഈ പേഷ്യന്റും. തുറന്നു കിടക്കുന്ന കണ്ണുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അടയ്ക്കാൻ സാറിന്റെ ഭാര്യയ്ക്കും കഴിയില്ല. ഉണർത്താൻ പറ്റാത്ത അബോധാവസ്ഥ എന്നുള്ളതാണ് കോമയുടെ ഒരു നിർവചനം. വെളിച്ചം, ശബ്ദം, വേദന ഇതിനോടൊന്നും പ്രതികരണം ഉണ്ടാവില്ല. സംസാരം, ചലനം, പരിസരബോധം ഇതൊന്നും ഉണ്ടാവില്ല. ഉറക്കം, ഉണർവ് എന്ന വേർതിരിവും ഉണ്ടാവില്ല. ദുർഗ എത്ര കാലം ഇങ്ങനെ കിടക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊന്നും ഡോക്ടറുടെ നിയന്ത്രണത്തിലല്ലെന്ന് മനസ്സിലായി. മോളുള്ള ആൾ തീരുമാനിക്കും അല്ലേ? പക്ഷേ ഡോക്ടർ, ആ കിടപ്പിൽ നിന്ന് ദുർഗ എന്തെങ്കിലും ഉണരൂ? അതോ ആ കിടപ്പിൽ അവൾ? സാറെന്തിനെങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഡോക്ടർ മരുന്ന് നൽകിയതുകൊണ്ടൊന്നും ഈ പേഷ്യന്റ് രക്ഷപ്പെടില്ല. ആ മരുന്ന് കഴിച്ചാൽ അസുഖം മാറുമെന്ന വിശ്വാസം രോഗിക്ക് വേണം. ഇവിടെ രോഗി കോമയിലാണ്. അവരെ പരിചരിക്കുന്നവർക്കാണ് രോഗിയിലും മരുന്നിലും വിശ്വാസം വേണ്ടത്. രോഗിയിലും മരുന്നിലും മാത്രമല്ല, ദൈവത്തിലും വിശ്വാസം വേണം. കാരണം മുകളിലിരിക്കുന്ന ആളാ മഹാവൈദ്യൻ. ദൈവം തീരുമാനിക്കാതെ എത്ര പ്രഗത്ഭനായ ഡോക്ടർ ചികിത്സിച്ചാലും രോഗി രക്ഷപ്പെടില്ല. അതുപോലെ ദൈവം തീരുമാനിച്ചാൽ എത്ര ക്രിട്ടിക്കലായ പേഷ്യന്റും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ നോക്കുക. പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഡോക്ടർ. ഈ അവസ്ഥയിലും എന്റെ മനസ്സ് വായിക്കാൻ എന്റെ ദുർഗയ്ക്ക് കഴിയും. എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് അവൾക്ക് തോന്നിയ അതെനിക്കറിയാം. അവൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്റെ ദുർഗയുടെ തിരിച്ചു വരവിന് വേണ്ടി ഞാൻ പ്രതീക്ഷയോടെ ശ്രമിക്കും. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അതിനുവേണ്ടി ഞാൻ എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കാൻ തയ്യാറാ. തികഞ്ഞില്ലെങ്കിൽ കടം വാങ്ങും. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടും. ഡോക്ടർ പറയും, വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ച എന്റെ ദുർഗ എഴുന്നേറ്റ് വരൂ. എവിടെയാ ഡോക്ടർ ഞാൻ അവളെ കൊണ്ടുപോകേണ്ടത്? ദയവ് ചെയ്ത് ഡോക്ടർ പറഞ്ഞതാ. എവിടെ കൊണ്ടുപോയാലും ഞങ്ങൾ ചെയ്യുന്ന അല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി മുകളിലിരിക്കുന്ന മഹാവൈദ്യൻ നിശ്ചയിക്കണം. ഒരു ദിവസം ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കുക. ഡോക്ടർ, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? എന്താ സർ? ഈ മനമടുപ്പിക്കുന്ന ഗന്ധമാണെങ്കിലും ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും നോക്കുന്ന ഡോക്ടറും മറ്റ് സ്റ്റാഫുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഇതൊരു ഹോസ്പിറ്റൽ തന്നെയല്ലേ ഡോക്ടർ? ഇവിടെ തുടരുന്ന കാലത്തോളം താനൊരു രോഗിയാണെന്നുള്ളൊരു ചിന്ത
ദുർഗയുടെ മനസ്സിന്ന് പോവില്ല. അതുകൊണ്ട് ഞാനവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. രോഗം ഭേദമായെന്നൊരു തോന്നലുണ്ടാവും അവൾക്ക്. അത് അവൾക്കൊരു റിലീഫും ആയിരിക്കും. കൊണ്ടുപോയിക്കോട്ടെ ഡോക്ടർ. ഞാൻ ഡിസ്ചാർജ് തരാം. പക്ഷെ പേഷ്യന്റിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ബെഡ് സോർ വരാതെ നോക്കണം. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. നല്ല ക്ഷമ അത്യാവശ്യമുള്ള ജോലിയാ. അച്ഛനിങ്ങനെ എത്ര കാലം കിടക്കുമെന്ന് ചോദിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാള് മരിച്ചു പോകാത്ത എന്താന്നാ ആ ചോദ്യത്തിന്റെ അർത്ഥം. അതേ ചോദ്യം ചോദിക്കുന്ന ഭാര്യമാരുമുണ്ട്. എന്റെ അനുഭവത്തിൽ കിടപ്പ് രോഗികൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും ബാധ്യതയാണ്. എന്റെ ദുർഗ എനിക്കൊരു ബാധ്യതയാവില്ല ഡോക്ടർ. അവളോടുള്ള സ്നേഹത്തിന് എന്റെ മരണം വരെ ഒരു കുറവും സംഭവിക്കില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ ഞാൻ എന്റെ ദുർഗയെ പരിചരിക്കും. ശരി, ഞാൻ ഡിസ്ചാർജ് എഴുതാം. താങ്ക് യു ഡോക്ടർ. അമ്മേ, 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 എന്റെ പൊന്നമ്മേ. അമ്മേ, അമ്മേ, ഡോക്ടർ, ഇതാണ് രക്തം രക്തത്തെ തൊട്ടറിയുമ്പോൾ ദൈവം കാണിക്കുന്ന ജാലവിദ്യ. എന്റെ മോള് നിങ്ങൾ ചെല്ല്. അമ്മേ, ദുർഗ, അച്ഛാ. പ്രസാദേട്ടാ, ഓ, നമ്മുടെ മോള് അതെ, എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയും?
പതുക്കെ. വാമേ. ദുർഗേച്ചി, അങ്ങനെ അമ്മയും മക്കളും ഒന്നായി. ദേവമംഗലം വീടിന്റെ എല്ലാ വാതിലുകളും ജനലുകളും ഇനി മുതൽ തുറന്നങ്ങിടണം. പ്രകാശം കയറട്ടെ, അല്ലേ? പ്രകാശമാണ് ദൈവം. പ്രകാശം പരത്തുന്ന വീടായിരിക്കണം ഇനി മുതൽ ദേവമംഗലം. കണ്ടില്ല പെണ്ണേ, കാലവർഷവും കർക്കിടക പെയ്ത്തും ഒക്കെ കഴിഞ്ഞു. ദേവമംഗലത്തിന്റെ ആകാശം തെളിഞ്ഞു. ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം. സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം. ഇണക്കത്തോടൊപ്പം ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവണം. പക്ഷേ പിണക്കം അത് അന്തി മയങ്ങുന്നതിന് മുമ്പ് തീർന്നിരിക്കണം. മനസ്സിൽ എന്ത് ചെറിയ സംഘർഷം ഉണ്ടായാലും അതൊക്കെ നമ്മൾ തമ്മിൽ പറഞ്ഞ് സമാധാനം കണ്ടെത്തണം. അച്ഛാ, ശുദ്ധികലശം നടന്ന് വീടാത്. ഇനി ബന്ധവും കുന്തമൊക്കെ പറഞ്ഞ് ആ അപ്പച്ചെ പോലത്തെ ആരെങ്കിലും കയറി വന്നാ നമ്മൾ എന്ത് ചെയ്യും? കേറി വരുന്നവരെ അതിഥികളാ. അവരെ വീടിനകത്ത് കയറ്റേണ്ട കാര്യമില്ല. അതിന് സിറ്റ് ഔട്ടും ഗസ്റ്റ് റൂമും ഒക്കെ. അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പൊയ്ക്കോട്ടെ. അതെ. അപ്പൊ ഈ നാട്ടിൽ വന്ന് ദൈവം വിളങ്ങുന്ന പ്രകാശമുള്ള വീട് ഏതെന്ന് ഒരന്യം ചോദിച്ച ഈ നാട്ടുകാർ പറയും ദേവമംഗലെന്ന്. ഞാൻ എത്ര വലിയ ഭാഗ്യവതിയാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. ഒരു വെളിപ്പാടകലെ എന്റെ കൈയെത്തും ദൂരത്ത് എനിക്കൊന്നല്ല, 2 മക്കളാ. അയ്യോ ദുർഗേച്ചി, അതിലൊന്ന് എന്റേതാ. ഏതെങ്കിലും ഒന്നിനെ എനിക്കിങ്ങ് തന്നേക്ക്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ സ്വഭാവം മാറ്റരുത്. നീ മക്കളെ ചോദിച്ചിങ്ങോട്ട് വന്നാലേ കൊടുവാളെടുക്കും ഞാൻ. അത് ശരി. അപ്പൊ ഒന്ന് വരട്ടിയതാ. എന്റെ പ്രിയേ, 2 മക്കളുടെ അമ്മമാരാകാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് 2 പേർക്കും തന്നു. പ്രസവിച്ചതാരോ ആവട്ടെ, ഇവർക്കേ 2 അമ്മമാരാ, നീയും ഞാനും. ഇവര് നമ്മുടെ 2 പേരുടെ അടുത്ത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, അല്ലേ ദുർഗേച്ചി? അതെ, കയ്യെത്തും ദൂരത്ത്. ആ, എന്നാ പിന്നെ നമുക്കൊരു സെൽഫി അങ്ങ് എടുത്താലോ? പിന്നെന്താ? റെഡി? മോളെ, അമ്മ അധികം നടക്കണ്ട, നല്ല ക്ഷീണം ഉണ്ടല്ലോ. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ കിച്ചണിൽ കയറാൻ പോവാ. അമ്മയ്ക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? എനിക്ക് സ്പെഷ്യൽ വേണം. സമയമാവുമ്പോ അമ്മയുടെ ഈ കൈകളിലേക്ക് മോള് വെച്ച് തന്നാ മതി. നല്ല പൊൻതിടമ്പ് പോലുള്ളൊരു കൊച്ചുമോളെ.
പെൺകുഞ്ഞു തന്നെയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. കൊച്ചുമോള് തന്നെയാണെന്ന് അമ്മ ഉറപ്പിച്ചോ? ഉറപ്പാ. എന്റെ കൊച്ചുമോൾക്ക് കൊടുക്കാൻ ഈ മുത്തശ്ശി ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. സമ്മാനോ? എവിടെ? അച്ഛാ, ഇത് കണ്ടില്ലേ കുഞ്ഞുടുപ്പ്? പിറക്കാൻ പോകുന്ന കൊച്ചുമോക്കേ മുത്തശ്ശിയുടെ ആദ്യത്തെ സമ്മാനം. ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് തുന്നിയതാ. മോൾ എന്നെ അവഗണിക്കുമ്പോഴെല്ലാം സങ്കടം മറക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴിയായത്. എന്റെ കൊച്ചുമോൾക്ക് വേണ്ടി കുഞ്ഞുടുപ്പ് തുന്നുമ്പോ ഞാൻ എന്റെ എല്ലാ സങ്കടവും മറക്കും. ഇതെന്റെ പ്രായച്ചിത്തം കൂടിയാ. അമ്മ എന്തിനാ എനിക്കറിയുന്നേ? ഇനി എന്റെ അമ്മ കരയാൻ പാടില്ല. ഞാൻ എന്റെ അമ്മയെ ഇനി ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. നോക്കിയേ, നീ കിടന്നില്ലേ? ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. അറിയാതെ മയങ്ങിപ്പോയി. അല്ല, അച്ഛനെന്താ ഉറങ്ങാത്തെ? കിടന്നാലും ഉറക്കം വരില്ലടാ. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസം എത്രയെന്നറിയാമോ? ഒരു കണക്കിന് അത് നന്നായി. ദുർഗയുടെ ശ്വാസഗതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായപ്പോലും അത് ഞാൻ അറിയുമല്ലോ. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നേ അച്ഛന് മാത്രമല്ല, തുളസി ഉറങ്ങാണെന്ന് കാണുന്നവർ വിചാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടുന്ന കാണാം. കണ്ണടച്ച് കിടന്നിട്ട് അവള് ഓരോന്ന് ഓർക്കുക. അവള് ഉറങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി. പ്രിയമ്മയുടെ അവസ്ഥയും അത് തന്നെയാ. ഉറക്കവും ഇല്ല, ആഹാരവും വേണ്ട. കാലത്ത് എന്നെ അടുത്ത് വിളിച്ചിരുത്തി പ്രിയമ്മ ചോദിക്കുക, തുളസി ഇപ്പോൾ ആരും പറയുന്ന അനുസരിക്കാത്തത് പ്രിയമ്മയുടെ വളർത്തു ദോഷമാണോന്ന്. പ്രിയമ്മ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. ഞാൻ ഈ വീട് വിട്ടേ മനസ്സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്ന്. ഈ വീട്ടിൽ മനസ്സമാധാനമുള്ള ഒറ്റ ആള് പോലും ഇല്ല ചാ. ഈ കിടക്കുന്ന അമ്മ പോലും മനസ്സിൽ കരയായിരിക്കും. എന്റെ കുടുംബം ഒന്ന് നേരെയാക്കി എടുക്കാൻ ഞാൻ ഇനി എന്താടാ ചെയ്യേണ്ടത്? ദൈവം ഉണ്ടെന്ന് അച്ഛൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ, ദുരനുഭവങ്ങൾ നാല് ഭാഗത്തുനിന്ന് വരിഞ്ഞു മുറുകുമ്പോ ദൈവം കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം മനസ്സിന് നല്ല ധൈര്യം നൽകും. എല്ലാ വഴികളും അടയുമ്പോൾ ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന് പ്രായമുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? നീ ഇന്ന് പതിവില്ലാതെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. മനുഷ്യരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മോനെ. അതേ അച്ഛാ, അവിടെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ മയങ്ങിപ്പോയെന്ന് പറഞ്ഞില്ലേ? ആ മയക്കത്തില് ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മ ഈ കണ്ടീഷനിൽ കിടക്കുന്നു. പക്ഷേ അതിവിടെയല്ല, ഹോസ്പിറ്റലില്. തുളസി അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നു. എപ്പോഴും കാണാറുള്ള ദേഷ്യമൊന്നും ഇല്ല മുഖത്ത്. നല്ല സങ്കട.
അമ്മ അവള് സ്നേഹത്തോടെ തൊടുന്നു. തൊടുക മാത്രമല്ല, അമ്മയെന്ന് ഉള്ളു നൊന്ന് വിളിക്കുകയും ചെയ്തു. തുളസിയുടെ വിളി കേട്ട് അമ്മ ഉണർന്നു വച്ച. വലിയൊരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ അമ്മ എഴുന്നേറ്റു. അമ്മയും തുളസിയും ഒരുപോലെ കരയായിരുന്നു. കരഞ്ഞുകൊണ്ട് അവര് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നല്ല സ്വപ്നം, പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് മാത്രം. തീർന്നില്ല അച്ഛാ. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ തുളസിക്ക് അമ്മയൊരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എന്താണെന്നറിയോ? ഒരു കുഞ്ഞുടുപ്പ്. തുളസിയുടെ ഉള്ളിലുള്ള എൻ്റെ കുഞ്ഞിന് വേണ്ടി അമ്മ സ്വന്തം കൈകൊണ്ട് തുന്നിയ ഒരു കുഞ്ഞുടുപ്പ്. സ്വപ്നത്തിലെങ്കിലും പരസ്പരം സ്നേഹിക്കുന്ന അമ്മയും മോളെയും കാണാനുള്ളൊരു ഭാഗ്യം നിനക്കുണ്ടായല്ലോടാ. പതിവില്ലാതെ ഞാൻ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ ചോദിച്ചില്ലേ? എൻ്റെ സങ്കടം കണ്ടിട്ട്, ഈ കിടക്കുന്ന അമ്മയുടെ മനസ്സ് കണ്ടിട്ട്, അച്ഛൻ്റെ നിസ്സഹായത കണ്ടിട്ട്, ദൈവം കാണിച്ചെന്ന വഴിയാണെങ്കിലും ഇത്. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, സ്വപ്നത്തെ കണ്ടതുപോലെ സ്നേഹത്തോടെ ഉള്ളു തട്ടി തുളസി അമ്മയെന്ന് വിളിച്ച ഉറക്കത്തിൽ എന്ന പോലെ അമ്മ എഴുന്നേക്കില്ല അച്ഛാ.